Next topic is Taylor series. First question is expand f of z equal to 1 by z plus 1 as a Taylor series about first part z equal to 3, second part z equal to minus 2. Also state the region of validity in each expansion. നമുക്ക് f of z എന്ന ഫംഗ്ഷൻ അറിയാം. f of z equal to 1 by z plus 1. ഇത് നമുക്ക് ഒരു ടൈലർ സീരീസ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യണം. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത്? z ഈക്വൽ ടു 3 ടേംസിൽ z ഈക്വൽ ടു 3 എന്ന് പറയുമ്പോൾ എന്താണ്? രണ്ടും ഒരു സൈഡ് ആക്കുമ്പോഴത്തേക്ക് z മൈനസ് 3യുടെ പവേഴ്സിൽ എക്സ്പാൻഡ് ചെയ്യണം. z ഈക്വൽ ടു 3 എന്നാണ് പറയുന്നത്. അതായത് z മൈനസ് 3യുടെ പവേഴ്സിൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യാം? ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യാം. അതായത് 1 ബൈ ന്റെ സ്ഥാനത്ത് z മൈനസ് 3 എന്ന് കൊടുക്കാം. അപ്പൊ ഒരു പ്ലസ് 3 കൂടെ ചേർക്കണ്ടേ? ഇനി ഒരു പ്ലസ് 1 ഉണ്ടല്ലോ. നമുക്ക് z മൈനസ് 3യുടെ പവേഴ്സ് ആണ് എക്സ്പാൻഡ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ന് പകരം z മൈനസ് 3 പ്ലസ് 3. അപ്പൊ മാറ്റമില്ലല്ലോ. പ്ലസ് പിന്നെ മിച്ചമുള്ള 1 കൂടെ എഴുതി. ഇതെന്താണ്? 1 ബൈ z മൈനസ് 3 പ്ലസ് 4 അല്ലേ? നമുക്ക് തിരിച്ചെഴുതാം. അതായത് 1 ബൈ 4 പ്ലസ് z മൈനസ് 3 എന്ന് എഴുതാം. ഇതല്ലേ? ഇനി എന്ത് ചെയ്യാം? ഈ 4നെ വെളിയിലാക്കാം. ഈ 4നെ വെളിയിലാക്കുമ്പോൾ എന്ത് വരും? 1 ബൈ 4. ഈ 4 വെളിയിൽ പറ്റി കഴിഞ്ഞാൽ പിന്നെ അവിടെ 1 പ്ലസ് z മൈനസ് 3 ബൈ 4 എന്ന് വരും. ഇങ്ങനെ കിട്ടി. ഈ 4 വെളിയിൽ പോയപ്പോഴത്തേക്ക് 1 പ്ലസ് z മൈനസ് 3 ബൈ 4 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യാം? ഇതിന് നമുക്ക് 1 ബൈ 4 ഇൻറ്റു ഇതിനെ മുകളിലാക്കാം. 1 പ്ലസ് z മൈനസ് 3 ബൈ 4 ദ ഹോൾ റൈസ് ടു മൈനസ് 1 അല്ലേ? ഇതിന് റൈസ് ടു മൈനസ് 1 എന്ന് പറഞ്ഞാൽ മുകളിലാക്കാം. ഇനി ഇതെന്തോന്ന് എക്സ്പാൻഷൻ ആണ്? 1 പ്ലസ് എക്സ് റൈസ് ടു മൈനസ് 1 പോലെയല്ലേ? 1 പ്ലസ് എക്സ് റൈസ് ടു മൈനസ് 1 എന്താണ്? 1 മൈനസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് ക്യൂബ് പ്ലസ് എക്സെട്ര അല്ലേ? ഈ എക്സ്പാൻഷൻ യൂസ് ചെയ്യാം. അപ്പൊ എന്ത് വരും? 1 ബൈ 4 ഇൻറ്റു 1 മൈനസ് z മൈനസ് 3 ബൈ 4 പ്ലസ് z മൈനസ് 3 ബൈ 4 ദ ഹോൾ സ്ക്വയർ മൈനസ് z മൈനസ് 3 ബൈ 4 ദ ഹോൾ ക്യൂബ് പ്ലസ് എക്സെട്ര എന്നാണ്. എന്തിന്റെ പവേഴ്സിൽ കിട്ടി? z മൈനസ് 3യുടെ പവേഴ്സിൽ കിട്ടിയില്ലേ? ഇവിടെ z മൈനസ് 3 ഉണ്ട്. ഇവിടെ z മൈനസ് 3 ദ ഹോൾ സ്ക്വയർ ആണ്. അവിടെ z മൈനസ് 3 ദ ഹോൾ ക്യൂബ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് z മൈനസ് 3യുടെ പവേഴ്സിൽ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റിയില്ലേ? ഇനി എന്ത് വേണം? അപ്പൊ ഇതാണ് ആ ടൈലർ സീരീസ് എക്സ്പാൻഷൻ. ഇനി നമുക്ക് റീജിയൻ ഓഫ് വാലിഡിറ്റി കാണണം. എന്താണ് റീജിയൻ ഓഫ് വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ? അതായത് എന്തിന്റെ പവേഴ്സിലാണോ എക്സ്പാൻഡ് ചെയ്തത് അതിന്റെ മോഡുലസ് വാല്യൂ ലെസ് ദാൻ 1 എന്നാണ്. ഇവിടെ എന്തിന്റെ പവറിലാണ് എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നത്? z മൈനസ് 3 ബൈ 4ന്റെ പവേഴ്സിലല്ലേ? അപ്പൊ റീജിയൻ ഓഫ് വാലിഡിറ്റി എന്താണ്? റീജിയൻ ഓഫ് വാലിഡിറ്റി ഈസ് ഇവിടെ z മൈനസ് 3 ബൈ 4 ദ ഹോൾ റൈസ് ടു 1 ആണ്. അടുത്ത z മൈനസ് 3 ബൈ 4 ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ z മൈനസ് 3 ബൈ 4ന്റെ പവേഴ്സിലല്ലേ? z മൈനസ് 3 ബൈ 4 ഇതിന്റെ മോഡുലസ് വാല്യൂ ലെസ് ദാൻ 1. ഇതാണ് റീജിയൻ ഓഫ് വാലിഡിറ്റി. അപ്പൊ എന്ത് വരും? ആ മോഡ് z മൈനസ് 3 എന്ന് പറയുന്നത് മോഡ് z മൈനസ് 3 ലെസ് ദാൻ 4 അല്ലേ? അപ്പൊ ഇതാണ് റീജിയൻ ഓഫ് വാലിഡിറ്റി. ഇതെന്താണ്? ഇതൊരു സർക്കിളാണ്. സെന്റർ എന്താണ്? 3 സെന്റർ ഉള്ള 2 റേഡിയസ് ഉള്ള ഒരു സർക്കിളാണ്. അപ്പൊ ആ സർക്കിളാണ് ഇതിനകത്ത് ഉള്ള റീജിയൻ ഓഫ് വാലിഡിറ്റി. ഈ എക്സ്പാൻഷൻ വാലിഡ് ആയിട്ടുള്ള റീജിയൻ എന്താണ്? 3 സെന്ററും 2 റേഡിയസും ഉള്ള സർക്കിളാണ്. ഇവിടെ മോഡ് z മൈനസ് 3 ലെസ് ദാൻ 4 എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് എ സർക്കിൾ വിത്ത് സെന്റർ 3 ആൻഡ് റേഡിയസ് 4. 2 അല്ല, റേഡിയസ് 4. സർക്കിൾ വിത്ത് സെന്റർ 3 റേഡിയസ് 4. ഇതൊരു സർക്കിളാണ്. സെന്റർ 3 ആണ്, അല്ലെങ്കിൽ z ഈക്വൽ ടു 3 ആണ്. റേഡിയസ് 4. ഈ സർക്കിളാണ് റീജിയൻ ഓഫ് വാലിഡിറ്റി. നമുക്കിനി അടുത്ത പാർട്ട് ചെയ്ത് നോക്കാം. എന്താണ് ബി പാർട്ട് പറയുന്നത്?
എഫ് ഓഫ് ഇസെഡ് ഈക്വൽ ടു 1/z+1 തന്നെയാണ്. എന്താണ് ബി പാർട്ട്, സെക്കൻഡ് പാർട്ട് പറയുന്നത്? ഇസെഡ് ഈക്വൽ ടു -2 എന്നല്ലേ? അപ്പൊ എന്തിന്റെ പവറിൽ എക്സ്പാൻഡ് ചെയ്യണം? രണ്ടും ഒരു സൈഡ് ആകുമ്പോഴത്തേക്ക് z+2 z+2ന്റെ പവേഴ്സിൽ എക്സ്പാൻഡ് ചെയ്യണം. വി ഹാവ് ടു എക്സ്പാൻഡ് ദിസ് എഫ് ഓഫ് ഇസെഡ് ഇൻ പവേഴ്സ് ഓഫ് z+2. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് ഇതിനെ ഒന്ന് പരിഷ്കരിച്ച് എഴുതാം. അതായത് 1/z പകരം z+2. അപ്പൊ ഒരു -2 കൊടുക്കാം. ഇനി ഒരു +1 കൂടെ ഇല്ലേ? അതായത് z ഈക്വൽ ടു -2ന്റെ പവറിലാണ് എക്സ്പാൻഡ് ചെയ്യേണ്ടത്. അപ്പൊ z+2ന്റെ പവറിലാണ്. അപ്പൊ ഇസെഡിന് പകരം z+2 -2 എന്ന് കൊടുക്കാം. ഇനി +1 കൂടെ ഉണ്ട്. അപ്പൊ അതെന്താവും? 1/z+2 -1 അല്ലേ? നമുക്ക് തിരിച്ചിടാം. അതായത് 1/-1 z+2 അല്ലേ? അല്ലേ? നമുക്ക് അവിടെ നിന്ന് മൈനസിനെ പുറത്തെടുക്കാം. അപ്പൊ എന്ത് വരും? -1/1 z+2 എന്നല്ലേ? ഈ മൈനസിനെ പുറത്തെടുത്തപ്പോഴത്തേക്ക്, കാരണം നമുക്ക് ഫസ്റ്റ് ടൈം 1 വരണം. ഇനി ഇതിനെ എന്ത് ചെയ്യാം? ഇതിനെ റേസ് ടു -1 എന്ന് പറഞ്ഞ് മുകളിലോട്ട് എഴുതാം. അതായത് -1 × 1 z+2 റേസ് ടു -1 ആണ്. ഇതിനെങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം? ഇതെന്തോന്നാണ്? 1 - x റേസ് ടു -1 അല്ലേ? എന്ന് പറഞ്ഞാൽ എന്താണ്? 1 + x + x² + x³ + etc. അപ്പൊ അതെന്താവും? ഒരു -1 വെളിയിലുണ്ട് ഇൻറ്റു 1 + z+2 + z+2 the whole square plus z+2 the whole cube plus etc. എന്നല്ലേ? അതായത് ഇവിടെ എന്തിന്റെ പവറാണ് എക്സ്പാൻഡ് ചെയ്തത്? z+2ന്റെ പവറിൽ എക്സ്പാൻഡ് ചെയ്ത്. ഇനി അപ്പൊ റീജിയൻ ഓഫ് വാലിഡിറ്റി എന്താണ്? റീജിയൻ ഓഫ് വാലിഡിറ്റി എന്തിന്റെ പവറിലാണോ എക്സ്പാൻഡ് ചെയ്തത് അതിന്റെ മോഡുലസ് വാല്യൂ <1 ആയിരിക്കും. റീജിയൻ ഓഫ് വാലിഡിറ്റി ഈസ് mod z+2 <1 എന്നാണ്. എന്ന് വെച്ചാൽ എന്താണ്? വിച്ച് ഈസ് എ സർക്കിൾ വിത്ത് സെന്റർ എങ്ങനെ? സെന്റർ -2 0 റേഡിയസ് 1. അതായത് z ഈക്വൽ ടു -2 ആണ് സെന്റർ. -2, 0യും സെന്ററും റേഡിയസ് 1 ഉള്ള ഒരു സർക്കിളാണ്. അതിനകത്ത് മാത്രമേ ഈ എക്സ്പാൻഷന് വാലിഡിറ്റി ഉള്ളൂ. അപ്പൊ ഇതാണ് റീജിയൻ ഓഫ് വാലിഡിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പാൻഡ് എഫ് ഓഫ് z ഈക്വൽ ടു 1/z² as Taylor series about z equal to 3. Also state the region of validity. f of z എന്താണ്? 1/z² ആണ്. ഇതിന് നമുക്ക് z equal to 3ന്റെ പവേഴ്സിൽ എക്സ്പാൻഡ് ചെയ്യണം. z equal to 3യുടെ പവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടും ഒരു സൈഡ് ആക്കുമ്പോഴത്തേക്ക് z - 3 ആണ്. z - 3യുടെ പവേഴ്സിൽ എക്സ്പാൻഡ് ചെയ്യണം. അപ്പൊ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യാം. അതായത് 1/z പകരം z - 3 + 3. അപ്പൊ ഇനി വാല്യൂവിന് മാറ്റമില്ലല്ലോ, അതിന്റെ ഹോൾ സ്ക്വയർ ആണ് അല്ലേ? ഇസഡിനെ ഒന്ന് പരിഷ്കരിച്ച് എഴുതി. ഇസഡ് എന്താക്കി? z - 3 + 3 എന്ന് എഴുതി. തിരിച്ചെഴുതാം. അപ്പൊ എന്ത് വരും? 1/3 + z - 3 the whole square എന്നാണ്. ഇനി 1/, നമുക്കിവിടെ ഫസ്റ്റ് ടൈം 1 ആയിരിക്കണം. അപ്പൊ 3 വെളിയിലാക്കണ്ടേ? ആ 3 വെളിയിൽ പോയാൽ 3 എങ്ങനെയാണ് വെളിയിൽ പോണത്? ഈ ഹോൾ സ്ക്വയർ കൂടെ കൊണ്ടല്ലേ പോകുള്ളൂ. അപ്പൊ 3² അല്ലേ വെളിയിൽ പോവേണ്ടത്. ഇവിടെ നിന്ന് 3 വെളിയിൽ പോകണം. കാരണം ഫസ്റ്റ് ടൈം 1 ആവണം. 3 വെളിയിൽ പോവുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഹോൾ സ്ക്വയറും കൂടെയാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ 3² ആണ് വെളിയിൽ പോവേണ്ടത്. 1/3². അത് പോയി കഴിഞ്ഞാൽ പിന്നെ എന്താണ്? ഇവിടുന്ന് 3 വെളിയിൽ പോയുള്ളൂ. അപ്പം 1 + z - 3/3 ദ ഹോൾ സ്ക്വയർ അല്ലേ? ഇവിടുന്ന് നമ്മൾ 3 ആണ് വെളിയിലാക്കിയത്. പക്ഷെ 3 വെളിയിൽ പോയി എങ്ങനെയാണെങ്കിൽ 3² ആയിട്ടാണ് വെളിയിൽ പോയത്. അപ്പൊ 3² വെളിയിൽ പോയി. മിച്ചം എന്താണ്? 1 + z - 3/3 ദ ഹോൾ സ്ക്വയർ ആണ്. ഇനി ഇതിനെ മുകളിലോട്ടാക്കാം. അപ്പൊ എന്ത് വരും? 1/9 ഉണ്ട്. പിന്നെ വരുന്നത് 1 + z - 3/3 റേസ് ടു -1 അല്ലേ? ഇതല്ലേ വരേണ്ടത്. 1/9 ഉണ്ട്. പിന്നെ ഇതെന്താണ്? റേസ് ടു -2. ഇങ്ങനെയാണ് ഓടിപ്പോയത്. എന്താണത്? 1 + x റേസ് ടു -2ന്റെ എക്സ്പാൻഷൻ അല്ലേ?
എന്താണ് 1 പ്ലസ് എക്സ് റൈസ് ടു മൈനസ് 2? 1 മൈനസ് 2x പ്ലസ് 3x സ്ക്വയർ മൈനസ് 4x ക്യൂബ് പ്ലസ് എക്സെട്രയല്ലേ അല്ലേ? ഇതവിടെ കൊടുക്കാം. അതായത് 1/9 ഇൻറ്റു 1 മൈനസ് 2 ഇൻറ്റു z മൈനസ് 3/3 പ്ലസ് 3 ഇൻറ്റു z മൈനസ് 3/3 ദ ഹോൾ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു z മൈനസ് 3/3 ദ ഹോൾ ക്യൂബ് പ്ലസ് എക്സെട്രയല്ലേ. ഇതാണ് നമ്മുടെ എക്സ്പാൻഷൻ. എന്തിന്റെ പവറിലാണ് എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നത്? z മൈനസ് 3യുടെ പവേഴ്സിലല്ലേ. ഇനി എന്ത് വേണം? റീജിയൻ ഓഫ് വാലിഡിറ്റി വേണം. റീജിയൻ ഓഫ് വാലിഡിറ്റി എങ്ങനെ പറയാം? ഇവിടെ എന്തിന്റെ പവറിലാണോ എക്സ്പാൻഡ് ചെയ്തത്, z മൈനസ് 3/3 അല്ലേ വന്നത് ശരിക്കും. z മൈനസ് 3/3 അല്ലേ, അതിന്റെ മോഡുലസ് വാല്യൂ റീജിയൻ ഓഫ് വാലിഡിറ്റി എന്ന് പറയുന്നത്. റീജിയൻ ഓഫ് വാലിഡിറ്റി ഈസ് z മൈനസ് 3/3 ആണ്, അതിന്റെ പവറിലാണ് എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ മോഡുലസ് വാല്യൂ മോഡുലസ് z മൈനസ് /3 ലെസ് ദാൻ 1 ഇതാണ്. അപ്പൊ എന്ത് വരും? മോഡുലസ് z മൈനസ് 3 ലെസ് ദാൻ 3 എന്നല്ലേ. ഇതല്ലേ? ഇതെന്തോന്നാണ്? വിച്ച് ഈസ് എ സർക്കിൾ വിത്ത് സെന്റർ എന്താണ്? z ഈക്വൽ ടു 3 ആൻഡ് റേഡിയസ് 3 വിച്ച് ഈസ് എ സർക്കിൾ with center z equal to 3 and radius 3. എന്താണ് z equal to 3 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 0 അല്ലേ സെന്റർ ആയിട്ട് വരുന്നത്. z equal to 3 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 0 അല്ലേ സെന്റർ. അതായത് z equal to x plus iy എന്നാണ്. z equal to x plus iy എന്നാണ്. അപ്പൊ z equal to 3 എന്ന് പറയുമ്പോൾ എന്താണ്? 3 പ്ലസ് 0i എന്നല്ലേ. അപ്പൊ y എന്ത് തോന്നുന്നു? 0 അല്ലേ. അപ്പൊ ആ പോയിന്റ് ഏത്? 3 0 അല്ലേ. അതായത് സെന്റർ 3 0 ആൻഡ് റേഡിയസ് 3 ആണ്. അപ്പൊ ഈ സെന്റർ, ഈ സർക്കിളാണ് ഇതിന്റെ റീജിയൻ ഓഫ് വാലിഡിറ്റി. അതായത് ഈ സർക്കിളിന് മാത്രമാണ് ഈ എക്സ്പാൻഷന് വാലിഡിറ്റി ഉള്ളത്. ഓക്കെ. അടുത്തൊരു ക്വസ്റ്റ്യൻ. എക്സ്പാൻഡ് cos z in Taylor series about z equal to π/4. f of z cos z ആണ്. നമുക്കിതിന് z equal to π/4 അത് വെച്ചാണ് എക്സ്പാൻഡ് ചെയ്യേണ്ടത്. z equal to π/4 എന്ന് പറഞ്ഞാൽ എന്താണ്? z മൈനസ് π/4ന്റെ പവേഴ്സിലാണ് എക്സ്പാൻഡ് ചെയ്യേണ്ടത്. രണ്ട് ക്വസ്റ്റ്യൻ ആകുമ്പോഴത്തേക്ക് z മൈനസ് π/4ന്റെ പവേഴ്സിലാണ് എക്സ്പാൻഡ് ചെയ്യേണ്ടത്. അപ്പൊ ഇതിനെ എങ്ങനെ എഴുതാം? cos z പകരം z മൈനസ് π/4 പ്ലസ് π/4 ഇങ്ങനെ എഴുതാം. z മൈനസ് π/4ന്റെ പവേഴ്സിലാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ z മൈനസ് π/4 പ്ലസ് π/4 എന്ന് എഴുതി. ഇതിപ്പോ എന്താണ്? കോസ് ഓഫ് a പ്ലസ് ബി അല്ലേ. എന്താണ് കോസ് ഓഫ് a പ്ലസ് ബി? എന്താണ് കോസ് ഓഫ് a പ്ലസ് ബി? കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി അല്ലേ. കോസ് ഓഫ് a പ്ലസ് ബി എന്ന് പറഞ്ഞാൽ കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി ആണ്. അപ്പൊ എന്ത് വരും? കോസ് z മൈനസ് π/4 കോസ് π/4 മൈനസ് സൈൻ z മൈനസ് π/4 സൈൻ π/4. ഇനി എന്താണ് കോസ് π/4ഉം സൈൻ π/4ഉം? കോസ് 45ഉം സൈൻ 45ഉം ആണ്. അത് 1/√2 ആണ്. അപ്പൊ ആ 1/√2നെ വെളിയിലാക്കാം. 1/√2 ഇൻറ്റു കോസ് z മൈനസ് π/4 മൈനസ് സൈൻ z മൈനസ് π/4 ആണ്. ഇനി ഇതെന്താണ്? കോസ് z എക്സ്പാൻഷൻ. എന്താണ് കോസ് z എക്സ്പാൻഷൻ? 1 മൈനസ് z സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് z റൈസ് ടു 4/4 ഫാക്ടോറിയൽ മൈനസ് എക്സെട്ര ആണ്. സൈൻ z എന്താണ്? സൈൻ z എക്സ്പാൻഷൻ z മൈനസ് z ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് z റൈസ് ടു 5/5 ഫാക്ടോറിയൽ മൈനസ് എക്സെട്ര ആണ്. ഈ എക്സ്പാൻഷൻ അപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് വരും? 1/√2 ഇൻറ്റു ഇതിന്റെ എന്താണ്? 1 മൈനസ് z മൈനസ് π/4 ദ ഹോൾ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് z മൈനസ് π/4 ദ ഹോൾ ക്യൂബ് ബൈ ക്യൂബില്ല ഹോൾ റൈസ് ടു 4/4 ഫാക്ടോറിയൽ മൈനസ് അടുത്ത് എന്ത് വരും? z മൈനസ് π/4 ദ ഹോൾ റൈസ് ടു 6/6 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര ആണ്. മൈനസ്
എന്താണ് സൈൻ ഇസഡിന്റെ എക്സ്പാൻഷൻ? ഇസഡ് മൈനസ് പിന്നെ ഓഡ് പവേഴ്സ് ആണ്. ഇസഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇസഡ് മൈനസ് 5/4 മൈനസ് ഇസഡ് മൈനസ് 5/4ന്റെ ഹോൾ ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് അടുത്ത് എന്ത് വരും? ഇസഡ് മൈനസ് 5/4ന്റെ ഹോൾ റൈസ് ടു 5/5 ഫാക്ടോറിയൽ മൈനസ് എക്സെട്ര അല്ലേ? ഇതല്ലേ? ഇതൊന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ എന്ത് വരും? അതായത് √1 വെളിയിലുണ്ട് ഇൻറ്റു ഫസ്റ്റ് ടൈം 1 ആണ്. അടുത്ത ഈ ടൈം വരും മൈനസ് ഇസഡ് മൈനസ് 5/4. അടുത്ത ഈ ടൈം ഉണ്ട് മൈനസ് ഇസഡ് മൈനസ് 5/4 ദ ഹോൾ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ. അടുത്തെന്താണ്? ഈ ടൈം ആണ് മൈനസ് അല്ലേ, അപ്പൊ പ്ലസ് ആയി. പ്ലസ് ഇസഡ് മൈനസ് 5/4 ദ ഹോൾ ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ. അടുത്തെന്താണ്? ഈ ഫോർത്ത് പവർ ആണ് പ്ലസ് ഇസഡ് മൈനസ് 5/4 ദ ഹോൾ റൈസ് ടു 4/4 ഫാക്ടോറിയൽ. അടുത്തെന്ത് വരും? 5 വരുന്നതാണ്, അപ്പൊ അത് മൈനസ് ടൈം ആണ്. മൈനസ് ഇസഡ് മൈനസ് 5/4 ദ ഹോൾ റൈസ് ടു 5/5 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞ് വരും. ഇതാണ് ഇതിന്റെ എക്സ്പാൻഷൻ. അപ്പൊ ഇതാണ് ഇതിന്റെ എക്സ്പാൻഷൻ. അതായത് കോസ് ഇസഡ് എക്സ്പാൻഷൻ എബൌട്ട് ഇസഡ് ഈക്വൽ ടു 5/4. അപ്പൊ ഇപ്പൊ ഒരു സംശയം തോന്നി കാണും. നമ്മൾ പണ്ടൊരു ഫോർമുല പഠിച്ചിട്ടുണ്ട് ടൈലർ സീരീസിന്. എന്താണ് ടൈലർ സീരീസിന്റെ ഫോർമുല? എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് എബൌട്ട് ഇസഡ് ഈക്വൽ ടു ഇസഡ് നോട്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ്? അതായത് എഫ് ഓഫ് ഇസഡ് 0 പ്ലസ് എഫ് ഡാഷ് ഇസഡ് 0 ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു ഇസഡ് മൈനസ് ഇസഡ് നോട്ട് പ്ലസ് എഫ് 2 ഡാഷ് ഇസഡ് നോട്ട് ബൈ 3 ഫാക്ടോറിയൽ. അല്ല, ഇവിടെ വരുന്നത് 1 ഫാക്ടോറിയൽ ആണ്, ഇവിടെ 2 ഫാക്ടോറിയൽ ആണ്. പ്ലസ് ഇൻറ്റു ഇസഡ് മൈനസ് ഇസഡ് നോട്ടിന്റെ ഹോൾ സ്ക്വയർ വരും. പ്ലസ് അടുത്ത് വരുന്നത് എഫ് 3 ഡാഷ് ഇസഡ് നോട്ട് ഇസഡ് മൈനസ് ഇസഡ് നോട്ടിന്റെ ഹോൾ ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര ആണ്. ഇതാണ് നമ്മൾ പണ്ട് പഠിച്ച ടൈലർ സീരീസിന്റെ എക്സ്പാൻഷൻ. അപ്പൊ ഇവിടെ എന്ത് വേണം? നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് വേണം, സെക്കൻഡ് ഡെറിവേറ്റീവ് വേണം, തേർഡ് ഡെറിവേറ്റീവ് വേണം, അങ്ങനെ പല ഡെറിവേറ്റീവ്സ് വേണം. പിന്നെയാണ് നമ്മൾ ഈ പോയിന്റ് കൂടെ കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്താലും മതി, ഇങ്ങനെ ചെയ്താലും ആൻസർ കിട്ടും. ഇത് ചെയ്യാനായിട്ട് എളുപ്പമാണ്. ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഇതേ ഫോർമുല ചെയ്യാൻ എളുപ്പമാണ്. പക്ഷെ ചില ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഡെറിവേറ്റീവ്സ് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ എങ്ങനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് ഒരു സിമ്പിൾ വേ ആണ് ഇപ്പം പറഞ്ഞത്. അതായത് ആദ്യത്തെ 2 ക്വസ്റ്റ്യൻസും നമുക്ക് മറ്റു ഡെറിവേറ്റീവ്സ് ഒന്നും എടുക്കണ്ട. ഡെറിവേറ്റീവ്സ് എടുക്കാതെ തന്നെ നമുക്ക് ഇതേപോലെ എക്സ്പാൻഡ് ചെയ്യാം. നമ്മൾ ഈ പഠിച്ചില്ല ഇതേപോലെ എക്സ്പാൻഡ് ചെയ്യാം. ഓക്കെ.